Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wa bihi nasta'in. Wassalatu wassalamu al-atammani al-akmalani al-adwamani ala khatamil anbiya'i wal mursalin. نبينا محمد وآله غر الميامين وعلى أزواجه الطيبات الطاهرات أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു വെള്ളിയാഴ്ച രാവിൽ അനുഗ്രഹീത സന്ധ്യയിൽ ഒരു മഹൽ കർമ്മത്തിൻ്റെ സാക്ഷികളും ഈ ഒരു പുണ്യത്തിൻ്റെ പങ്കാളികളുമാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നന്മയിൽ കൂടിയിരിക്കാൻ നമ്മളെ തുണച്ചതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടിയിരിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നാഥൻ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നാഥൻ വഴിമാറ്റുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്ത നല്ല മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം നാഥൻ അവർക്ക് സഫലീകരിക്കുമാറാവട്ടെ. അവരിൽ രോഗം കൊണ്ട് വലയ്ക്കുന്നവർക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. ഈ ഒരു അനുഗ്രഹീത സമയം കാത്ത് കഴിഞ്ഞിരുന്ന പലരും ഇവിടം വിട്ട് പരലോകയാത്രയിൽ അവരുടെ കബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു ആ കബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ ആദരിക്കുമാറാവട്ടെ. മസ്ജിദിന്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ബഹുമാന്യൻ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഹഫിളഹുല്ല പറഞ്ഞതുപോലെ ഇസ്ലാമിൽ ഏറെ സ്ഥാനമാണ് മസ്ജിദുകൾക്ക്. ഇന്നിവിടെ നമ്മൾ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച മസ്ജിദിനെ കുറിച്ച് കേട്ടു. ആദ്യ ദിനം തഖ്വയുടെ അസ്ഥിവാരത്തിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മസ്ജിദാണ് മസ്ജിദ് ഖുബ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോൾ ഹിജറ പൂർണ്ണമാകുന്നതിന് മുമ്പ് ബനു അംർ ബിൻ ഔഫ് എന്ന ഗോത്രക്കാരുടെ അടുക്കൽ 4 ദിവസം പാർത്തു. ആ പാർത്ത 4 ദിവസത്തിൽ കുൽസൂം ഇബ്നുൽ ഹദം അൽ ഔസി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തി ഉറങ്ങിയത്. സഅദ് ഇബ്നു ഖൈസമയുടെ വീട്ടിൽ പകലും താമസിച്ചത്. ആ 4 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പാർത്തപ്പോൾ അവിടെയാണ് മസ്ജിദ് ഖുബ നിർമ്മിക്കപ്പെട്ടത്. ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരിൽ. പിന്നെ ആ 4 ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിനം രാവിലെ പലായനം തുടർത്തി. തിങ്കളാഴ്ച ഖുബയിലെത്തി. തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും ഖുബയിൽ
കുൽസൂമിന്റെ വീട്ടിൽ ഇങ്ങനെ താമസിച്ച് ജുമുഅ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും യാത്ര തുടർത്തി. ജുമുഅ ബനു സാലിം ഇബ്നു അംറിന്റെ സ്ഥലത്ത് നിർവഹിച്ച്, അവിടെയാണ് ഇന്ന് മസ്ജിദുൽ ജുമുഅ വിശുദ്ധ മദീനയിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ യാത്ര തുടർത്തി മസ്ജിദുൻ നബവി ഇന്ന് സ്ഥിതി ചെയ്യുന്നിടത്ത് എത്തി. അവിടെ സഹൽ, സുഹൈൽ എന്നീ 2 യതീമുകളുടെ സ്ഥലം വിലക്ക് വാങ്ങി മസ്ജിദുൻ നബവി നിർമ്മിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ശ്രദ്ധ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിലായിരുന്നു. ഹിജ്റ അത് വിശുദ്ധ മദീനയിൽ സമാപിച്ചതിൽ പിന്നെ അതിനിലേക്കാണ് സൂചന നൽകിയുള്ള സംസാരം ബഹുമാന്യൻ PN അബ്ദുൽ ലത്തീഫ് അൽ മദനി ഹഫിളഹുല്ല പറഞ്ഞത് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ അൽ മസ്ജിദുൻ നബവി നിലവിൽ വന്നു, നിർമ്മിക്കപ്പെട്ടു. ഈ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം, അത് മസ്ജിദ് നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതിന്റെ വിഷയത്തിൽ പല ചരിത്രങ്ങളും നമുക്ക് പാരായണം ചെയ്യാനുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിൽ മസ്ജിദ് വിപുലീകരിക്കേണ്ടി വന്നു. കാരണം നിസ്കരിക്കാൻ ആളുകൾക്ക് സ്ഥലം മതിയാകാതെ വന്നപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു വിഷയമായിരുന്നു മസ്ജിദ് നബവിയുടെ വിപുലീകരണം. അതിന് ഉദ്ദേശിക്കുമ്പോൾ മസ്ജിദ് നബവിന്റെ പരിസരങ്ങളിലൊക്കെ വീടുകളാണ്. കിഴക്ക് ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയാണ്. പിന്നെ ആ ഭാഗങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതര ഭാര്യമാരുടെ വീടുകളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് മസ്ജിദിനെ വിപുലീകരിക്കാൻ പറ്റാതെ വന്നു. കാരണം ഏറ്റവും വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ, അതിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അവിടുത്തെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അതുകൊണ്ട് അങ്ങോട്ട് മസ്ജിദ് വിപുലീകരിക്കുക പറ്റാത്ത വിഷയമാണ്. തൊട്ടു മുമ്പിൽ ഇന്ന് ആളുകൾ മസ്ജിദ് നബവിയിലേക്ക് ചെന്നാൽ സിയാറയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് നേരെ തിരിഞ്ഞു നിന്നാണ് സലാം പറയുക. ആ ആളുകൾ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീടുണ്ടായിരുന്നത്. മസ്ജിദ് മുൻഭാഗത്തേക്ക് എടുക്കൽ അനിവാര്യമായി വന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വാപ്പ ഹഫ്സയോട് സംസാരിച്ചു, നിങ്ങളുടെ വീട് ഇവിടെ നിന്ന് നീക്കി ഇവിടെ മസ്ജിദിന് സൗകര്യം ഒരുക്കപ്പെടണമെന്ന്. പക്ഷെ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു, ഞാൻ ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അന്തി ഉറങ്ങിയ താമസിച്ച വീടാണിത്. ഇവിടെ വെച്ചാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിലേക്ക് വരുന്നതും പോകുന്നതും, മറ്റു ഭാര്യമാരുടെ ഹുജറകളിൽ നിന്ന് പോകുന്നതും വരുന്നതും നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിത് പൊളിക്കാൻ സമ്മതമില്ലെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ സംസാരിച്ചു. കാരണം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട് ഹഫ്സ റളിയല്ലാഹു തആല വീടിന്റെ തൊട്ടപ്പുറത്ത്, ഇന്ന് മസ്ജിദ് നബവിയുടെ ഖിബ്ല ഭാഗത്ത്, ഹഫ്സ റളിയല്ലാഹു തആലയുടെ വീടിന്റെ തെക്ക് ഭാഗം
അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹാക്ക് നൽകി. എന്നിട്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീട് നീക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സംസാരിക്കുകയുണ്ടായി. ഇന്നും നമ്മൾ വിശുദ്ധ മദീനയിൽ ചെന്നാൽ നമ്മൾ സലാം പറയാൻ വേണ്ടി പുരുഷന്മാർ ഖബറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ പിന്നിൽ ചുമരിന് ഒരു തുറന്ന ജനൽ ഭാഗം കാണാം. ആ ജനൽ ഭാഗം അവിടെ അങ്ങനെ തുറന്ന് ഇന്നും നിലനിർത്തിയത് അന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉപ്പ ഉമറിനോട് പറഞ്ഞ ആ ഒരു വികാരം പരിഗണിച്ചാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിലേക്ക് പോകുന്നതെല്ലാം തിരിച്ചു വരുന്നതെല്ലാം നോക്കിക്കണ്ടിരുന്നത് ഈ ജനലിലൂടെയാണ്. ഈ വീട് പൊളിച്ചാൽ എനിക്ക് ആ പഴയ ഓർമ്മകളെ ഓർത്തെടുക്കാൻ കഴിയാതെ വരുമെന്ന് പറഞ്ഞ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചതിനാലാണ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അവർ താമസം മാറിയപ്പോൾ അവിടെ ആ ജനൽ തുറന്ന് നിലനിർത്തുന്ന അവസ്ഥയുണ്ടായത്. പിൽക്കാലത്ത് പല രാജാക്കന്മാരും മസ്ജിദ് നബവിയെ വിപുലീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ശ്രദ്ധിച്ച വിഷയമാണ് ആ ജനൽ അങ്ങനെ തന്നെ തുറന്ന് നിലനിർത്തുക എന്നുള്ള വിഷയം. അതിന്നും നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദ് നബവിയുടെ വിപുലീകരണം അതിൽ ഏറെ ശ്രദ്ധ നൽകി വൈയക്തികമായിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വരെയുള്ള സ്വാർത്ഥതകളെ അതിനുവേണ്ടി ത്യജിക്കണമെന്ന്, അതിൽ ത്യാഗം സഹിക്കണമെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറിനെ പോലുള്ളവർ കൽപ്പിക്കുമ്പോൾ മസ്ജിദിന്റെ അനിവാര്യതയും ആവശ്യകതയും അതാണ് നമ്മൾക്ക് അവിടെ ബോധ്യപ്പെടുന്നത്. മസ്ജിദ് നബവിയുടെ ഇടത് ഭാഗം ഇങ്ങനെ ഹുജറകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടങ്ങളും ആണ്. എന്നാൽ വടക്ക് ഭാഗത്ത് നിറയെ വീടുകളായിരുന്നു. അതിൽ പടിഞ്ഞാറ് ഭാഗത്ത് വീടുകളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. മസ്ജിദ് വിപുലീകരിക്കേണ്ടി വന്നു. മുൻഭാഗത്തേക്കുള്ള വിപുലീകരണത്തിന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീടെടുത്തതുപോലെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള വിപുലീകരണത്തിന് അബ്ബാസ് എന്നവരുടെ വീടെടുക്കേണ്ടി വന്നു. അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ആദരിച്ചു ബഹുമാനിച്ചിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ച വീടും ഇടവുമാണ് ഈ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസിനോട് പറഞ്ഞു, ഈ വീടും അത് നിൽക്കുന്ന ഇടവും നിങ്ങൾ എനിക്ക് തരണം, ഞാൻ നിങ്ങൾക്ക് അതിന് പണം തരാം. മസ്ജിദുൻ നബവി ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. ഇത് വിപുലീകരിക്കാൻ ഈ ഒരു ഭാഗമല്ലാതെ തരമില്ല. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, അഖ്തഅനീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അബിഉഹ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പകുത്തു തന്നതാണ്, ഇത് ഞാൻ വിൽക്കുകയില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഗൗരവത്തിൽ അത് തരണമെന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിധികർത്താവാക്കി ഈ വിഷയത്തിൽ. എന്നിട്ട് അബ്ബാസിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ നിർത്തി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ വിധി പറയുകയാണ്. അതിനൊരു ചരിത്രമാണ് ഉബൈ റളിയല്ലാഹു തആല അൻഹു അവിടെ കേൾപ്പിച്ചത്. ആ ചരിത്രം അന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് മസ്ജിദ് നിർമ്മിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ചരിത്രമാണ്. അല്ലാഹു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഇബ്നി ലി ബൈതൻ, എനിക്കൊരു ഭവനം നിർമ്മിക്കൂ എന്ന് കൽപ്പിക്കുകയുണ്ടായി.
ബോധനം നൽകി. അപ്പോൾ യാ റബ്ബ് ഐന അബ്നി, റബ്ബേ ഞാൻ എവിടെ അത് നിർമ്മിക്കും എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹൈസു തറൽ ഫാരിസൽ മുഅല്ലമ ഷാഹിറൻ ബിസ്സൈഫ്. ഒരു അശ്വഭടൻ തന്റെ ഖഡ്ഗമുയർത്തി നിൽക്കുന്നിടം താങ്കൾ കാണുമ്പോൾ അവിടെയാണ് ആ മസ്ജിദ് നിർമ്മിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ ബോധനം. അങ്ങനെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അശ്വഭടനെ തെരഞ്ഞ് നടക്കുമ്പോൾ ഒരു ഹൗഷ് അല്ലെങ്കിൽ ഒരു ഹോഷ് കണ്ടു എന്നാണ്, ഒരു ഒഴിഞ്ഞ സ്ഥലം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ഇങ്ങനെ ഒരു അശ്വഭടന്റെ വേഷത്തിൽ നിയോഗിച്ച് നിൽക്കുന്നത് അദ്ദേഹം കണ്ടെത്തി. ആ സ്ഥലത്തിന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാളോട് വിലപേശി. 1,00,000 പണമാണ് അയാൾ ആദ്യം പറഞ്ഞത്. ഈ അശ്വഭടൻ മലക്ക്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല അത് മലക്കാണെന്ന്. ഈ സ്ഥലം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബി അനീഹി, അപ്പൊ ബിക്കം എത്ര എന്ന് ചോദിച്ചപ്പോൾ ബിമിഅത്തി അൽഫിൻ എന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിക്കുകയാണ്. പിന്നെ അയാൾ ചോദിക്കുകയാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട്, യാ നബി അല്ലാഹ് അസ്സമനു ഖൈറുൻ അമിൽ അർദ്, ഈ 1,00,000 പണമാണോ അതല്ല ഈ സ്ഥലമാണോ ഉത്തമം, മികച്ചത്? അപ്പോൾ പറഞ്ഞു ഈ സ്ഥലമാണ് മികച്ചത്, ഈ തുക ഇതിന് വിലയൊത്തതല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അഖിൽനി, എങ്കിൽ ഈ കച്ചവടം അലസിപ്പിക്കണം എന്ന് സ്ഥലത്തിന്റെ ഉടമയായിട്ട് ഉള്ള ഈ മലക്ക് പറയാം. അപ്പോ 2,00,000 പറഞ്ഞു. പിന്നെയും ഇങ്ങനെ സംസാരം നടന്നു. 3,00,000 പറഞ്ഞു. അവസാനം 5,00,000 പണം ഈ സ്ഥലത്തിന് മലക്ക് പറയുകയാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അത് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ഈ മലക്ക് പറഞ്ഞു, മലക്കിനോട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, താങ്കൾ ഈ ഭൂമി എനിക്ക് തന്നേ മതിയാകൂ. കാരണം ഉരീദു അൻ അബ്നിയ ഫീഹ ബൈതൻ ലില്ലാഹ്, അല്ലാഹുവിന് ഞാൻ ഇവിടെ ഒരു വീട്, ഭവനം പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരു മസ്ജിദ്. അപ്പൊ മസ്ജിദ് പണിയാനാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അവ തഫ്അലു, താങ്കൾ അത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ലാ അബിഉഹാ ഹത്താ തംലഅ ഫീഹ അൻഅം, ഈ സ്ഥലം ഞാൻ തരണമെങ്കിൽ ഇതിൽ ആട് മാട് ഒട്ടകങ്ങൾ കൊണ്ട് നിറക്കപ്പെടണം. ഈ സ്ഥലം അത്രയും ആട് മാട് ഒട്ടകങ്ങളെ നിറച്ചെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ ഈ സ്ഥലം തരാം എന്നാണ് അയാൾ പറയേണ്ടത്. അങ്ങനെ ഇസ്രായേലിയരോട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇസ്രായേലിയർ അയാളെ രായിക്ക് രാമാനം വന്ന് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവസാനം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അമ്മയോട് ഈ മലക്ക്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല അത് മലക്കാണെന്ന്, അദ്ദേഹം ഒരു അശ്വഭടൻ മാത്രം, യാ നബി അല്ലാഹ് അഗസ്ബൻ അംരിതൻ വബൈഅൻ, ഇത് നിങ്ങൾ ബലാത്കാരമായി പിടിച്ചെടുക്കാനാണോ ഭാവിക്കുന്നത്, അതല്ല തൃപ്തിയോടുകൂടി വിലക്ക് വാങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച അവസാനം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബൽ റിദൻ വബൈഅൻ, തൃപ്തിപ്പെട്ട് വിലക്ക് വാങ്ങാനാണ് ഉദ്ദേശം. എന്ത് സംഭവിച്ചു? പറഞ്ഞു, ഇസ്രായേലരെല്ലാവരും കൂടി എന്നെ രായിക്ക് രാമാനം വന്ന് ഭീഷണിപ്പെടുത്തി, ഇത് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ഇത് തട്ടാനാണ് അവർ ശ്രമിച്ചതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് ഭവനം നിർമ്മിക്കാനാണ്, തൃപ്തിയിൽ ഇത് വിലക്ക് വാങ്ങാനാണ് ഉദ്ദേശം എന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി എന്നാണ്. ഇതുവരേക്കുമാണ് ചരിത്രം. ഇത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കേൾപ്പിച്ച്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സലിയണം, ഉമർ ബലാത്കാരമായി ഇത് എടുക്കുന്നു എന്ന ഒരു ഭാഷയാണുള്ളത്, അത് തിരുത്തപ്പെടുകയും വേണം. അതിനുവേണ്ടി ഉബയ്യ് ഈ ചരിത്രം പറഞ്ഞു. അതോടുകൂടി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തണുക്കുന്ന അവസ്ഥയുണ്ടായി. ഉബയ്യ് ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഉമറിനോട്, ബലാത്കാരമായി നിങ്ങൾ അബ്ബാസിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുകയാണോ? അങ്ങനെയാണ് എങ്കിൽ അബ്ബാസ് അത് സമ്മതിക്കുകയില്ല
എന്നറിയിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ പിരിയാൻ ഉദ്ദേശിച്ചപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതബറഉ ബിഹാ ലിൽ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലി ജമാഅത്തിൽ മുസ്ലിമീൻ. എൻ്റെ ഈ വീട്, മസ്ജിദുൻ നബവിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വീടും സ്ഥലവും, ഇത് ഞാൻ മസ്ജിദുൻ നബവിക്ക് വേണ്ടി ദാനം ചെയ്യുന്നു, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും എന്ന് പറഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയെ വിപുലീകരിക്കാൻ തൻ്റെ വീടും സ്ഥലവും വിട്ടുകൊടുക്കുകയുണ്ടായി എന്നാണ്. ആദ്യം എന്തേ ഉമർ ചോദിച്ചപ്പോൾ അത് നൽകാതിരുന്നത് എന്നതിൻ്റെ പ്രതികരണം, ആദ്യം ഉമർ തൻ്റെ ഊക്കിൽ അമീറുൽ മുഅ്മിനീൻ എന്ന ആ സ്വരത്തിലാണ് അബ്ബാസിനോട് അത് ചോദിക്കുകയുണ്ടായത്. അപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ നൽകിയാൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു നിർബന്ധിതാവസ്ഥയിൽ നൽകുന്നത് പോലെ അത് വിധിക്കപ്പെടും. പക്ഷേ അതില്ലാതെ തൃപ്തിയിൽ നൽകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് സമ്മതിച്ചു. അദ്ദേഹം പൂർണ്ണ മനപ്പൊരുത്തത്തിൽ മസ്ജിദ് നബവിക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തൻ്റെ വീടും സ്ഥലവും നൽകുകയുണ്ടായി എന്നാണ്. ഞാനിത് ഉദ്ധരിച്ചത് ഒരു മസ്ജിദിന്റെ പ്രാധാന്യം, അതിനുള്ള സ്ഥാനം എത്ര എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. മസ്ജിദ് നബവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇങ്ങനെ വിപുലീകരിച്ചു. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കെ ഈ നിർമ്മാണം പുതുക്കി നിർമ്മിക്കേണ്ട അവസ്ഥ വന്നു, വിപുലീകരിക്കേണ്ട അവസ്ഥയും വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ് മസ്ജിദ് നബവിയുടെ ചുമരുകൾ കല്ല് കൊത്തിയുണ്ടാക്കിയ കല്ലുകൊണ്ടും അതേപോലെ തന്നെ കുമ്മായമൊക്കെ ഉപയോഗിച്ച് മസ്ജിദ് നിർമ്മിക്കുകയുണ്ടായത്. അതുവരെ ഈത്തപ്പനയുടെ മരവും ഈത്തപ്പനയുടെ പട്ടയും അതേപോലെ നിലത്ത് മണൽ വിരിച്ചുമൊക്കെയായിരുന്നു മസ്ജിദ് നബവി. അതിൽ നിന്ന് വ്യത്യസ്തമായി കല്ലുകളും അതേപോലെ കുമ്മായവും ഒക്കെ ഉപയോഗിച്ചുള്ള മസ്ജിദ് നബവിയുടെ നിർമ്മാണം ഉണ്ടായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. അദ്ദേഹം അതിനുവേണ്ടി ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു മിസ്ലഹു ലഹു ഫിൽ ജന്ന. വല്ലവനും അല്ലാഹുവിന് ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അല്ലാഹു തത്തുല്യമായത് സ്വർഗ്ഗത്തിൽ അവന് നിർമ്മിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു നിവേദനത്തിൽ മൻ ബന മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. വല്ലവരും അല്ലാഹുവിന് ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അവന് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം നിർമ്മിക്കും എന്നാണ് സുവിശേഷമുള്ളത്. ചില നിവേദനങ്ങളിൽ എന്നാണ്. ആ മസ്ജിദിന് എത്ര ചെറുതാണെങ്കിലും എന്ന അർത്ഥത്തിൽ ഒരു പക്ഷിക്ക് മുട്ടയിട്ട് അടയിരിക്കാൻ വലുപ്പത്തിലുള്ള ഒരു മസ്ജിദാണെങ്കിലും സ്വർഗത്തിൽ അയാൾക്ക് ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കും എന്നുള്ള സന്തോഷ വാർത്ത നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം അറിയിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആളുകളെ ഉണർത്തി കേൾപ്പിച്ചു. അങ്ങനെയാണ് മസ്ജിദ് നബവി അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പുനർനിർമ്മിക്കുകയുണ്ടായത്, വിപുലീകരിക്കുകയുണ്ടായത്. ഒരു നാട്ടിൽ ഒരു മസ്ജിദ് അത് നിർമ്മിക്കപ്പെടുന്നതിൽ അതിൻ്റെ മഹത്വങ്ങൾ അറിയിക്കുന്ന, അതിനുള്ള സ്ഥാനവും പ്രാധാന്യവും അറിയിക്കുന്ന പ്രമാണവചനങ്ങൾ ധാരാളമാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകൾ നിർമ്മിക്കപ്പെടണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ആ മസ്ജിദിൽ അള്ളാഹുവിന്റെ നാമം
സ്മരിക്കപ്പെടണം എന്നുള്ളതും അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്. കാരണം മസ്ജിദിന്റെ ധർമ്മങ്ങൾ, മസ്ജിദിനെ നിർവഹിക്കുവാനുള്ള വിവിധങ്ങളായ ദൗത്യങ്ങൾ, ഇവിടെ നമ്മൾ അതിൽ ചിലതൊക്കെ കേൾക്കുകയുണ്ടായി. അന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന സമയം അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫി മസ്ജിദിഹി വഅസ്ഹാബുഹു മഅഹു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്, സഹാബത്ത് കൂടെയുണ്ട്. ഫജാഅഹു അറാബിയുൻ, അപ്പോൾ അവിടേക്കൊരു ആറാബി ആഗതനായി. ആറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണതയിൽ കഴിയുന്ന ആളുകൾ, നാഗരികമായി വലിയ കാഴ്ചപ്പാടോ നിലവാരമോ ഒന്നും ഈ ആറാബികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അവർ ഗ്രാമീണതയിൽ തീർത്തും നാടന്മാരായി, പരിക്കന്മാരായി ജീവിച്ച് ശീലിച്ചവരാണ്. ആടുമാടവട്ടങ്ങൾക്ക് പിന്നാലെ കഴിയുന്ന ആൾ വിഭാഗം. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് മസ്ജിദുൻ നബവിയിൽ കയറി വരുന്നത്. ചില നിവേദനങ്ങളിൽ അയാൾ 2 റക്അത്ത് നിസ്കരിച്ചു, തിരുസവിധത്തിലെത്തി, എന്നിട്ട് പറഞ്ഞു എന്നാണ്, അല്ലാഹുമ്മ അർഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ അഹദ. അല്ലാഹുവേ, എന്നോടും മുഹമ്മദിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിക്കണമേ, ഞങ്ങളോടൊപ്പം ആരോടും കരുണ കാണിക്കരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു എന്നാണ്, ദുആ ചെയ്തു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ഇഹ്തദർത വാസിഅൻ, വിശാലമായ വിപുലമായ അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അത് നിങ്ങൾ ചുരുക്കി കളഞ്ഞു, പരിമിതപ്പെടുത്തി കളഞ്ഞു എന്ന് അയാളോട് പ്രതികരിച്ചു എന്ന് ഹദീസിൽ കാണാം. അയാൾ മസ്ജിദുൻ നബവിയിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു, സഹാബത്ത് ഇരിക്കുന്നു. അദ്ദേഹം ഖാമയിലാ നാഹിയത്തിൽ അൽ മസ്ജിദ് എന്നാണ്, മസ്ജിദിന്റെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി, എന്നിട്ട് ഫബാല ബിൽ മസ്ജിദ്, മസ്ജിദിൽ അയാൾ മൂത്രവിസർജനം നടത്തി എന്നാണ്. ആളുകൾ അത് കണ്ടപ്പോൾ ബഹളം വെച്ചു, അയാളുടെ നേരെ എഴുന്നേറ്റു എന്നാണ്. കാരണം അയാൾ ചെയ്യുന്ന പണി നോക്കൂ നിങ്ങൾ, മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുണ്ട്, സഹാബത്തും ഉണ്ട്. അങ്ങനെ അയാൾ ചെയ്തപ്പോൾ ആളുകൾ ബഹളം വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, ലാ തുസ്രിമു ദഉ, നിങ്ങൾ അയാൾക്ക് നേരെ ഒച്ച വെക്കല്ലേ, ബഹളം വെക്കല്ലേ, അയാളെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അയാൾ തൻ്റെ ആവശ്യ നിർവഹണം കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഓതിക്കൊടുത്തു ഇപ്രകാരം, ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ തസ്ലുഹു ലിമിസ്ലി ഹാദൽ ബൗലി വൽ ഖദർ, ഇന്നമാ ഹാദിഹിൽ മസാജിദ് ലിഖിറാഅത്തിൽ ഖുർആനി വലിദ്ദിക്രി, ലിഖിറാഅത്തിൽ ഖുർആനി വലിസ്സലാഹ് വലിദ്ദിക്രില്ലാഹ് എന്ന്. ആ അറാബിയോട് പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ തസ്ലുഹു ലിഹാദൽ ബൗലി വൽ ഖദർ, മൂത്രവിസർജ്യങ്ങൾ, മറ്റു മാലിന്യങ്ങൾ, ഇതൊക്കെ കൊണ്ടിടാനുള്ള ഇടമല്ല ഈ മസ്ജിദുകൾ. പ്രത്യുത മസ്ജിദ് എന്നാൽ അത് ലിഖിറാഅത്തിൽ ഖുർആൻ, അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനാണ്. അപ്രകാരം വലി സ്വലാഹ്, നിസ്കാരം നിർവഹിക്കാനാണ്. വലി ദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ എടുക്കുവാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടെ അയാളെ പഠിപ്പിച്ചു എന്നാണ്. ഹദീസിന്റെ നിവേദനത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലം യുഅന്നിബുഹു വലം യസുബ്ബഹു വലം യദ്രിബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിയോട് രൂക്ഷമായി പെരുമാറിയില്ല, അയാളെ നോവിച്ചില്ല, അയാളെ ശകാരിച്ചില്ല. പിന്നെയോ ഇത് മാത്രം അയാളോട് ഓതി. മസ്ജിദ് മാലിന്യങ്ങൾ എറിയാനുള്ള ഇടമല്ല, മസ്ജിദ് നിസ്കാരത്തിനാണ്, ഖുർആൻ പാരായണത്തിനാണ്, അള്ളാഹുവിനുള്ള ദിക്റിൽ ആത്മീയതയിൽ ജീവിച്ച് പോഷിക്കുവാനുള്ള ഇടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പഠിപ്പിച്ചു എന്നാണ്. ചിലർ നിവേദനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മസ്ജിദുൻ നബവിയിൽ ഈ ഒരു അപരാധം ചെയ്തിട്ടും ഇത്ര സ്നേഹത്തിൽ, വാത്സല്യത്തിൽ, അനുകമ്പയിൽ, ഗുണകാംക്ഷയിൽ മസ്ജിദിന്റെ ധർമ്മം ഓതിത്തന്ന, മസ്ജിദിൽ പാടില്ലാത്തത് ഉണർത്തി തന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽപെരുമാറ്റത്തിൽ അയാൾ ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മർഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ അഹദ. അല്ലാഹുവേ, എന്നോടും മുഹമ്മദിനോടും കരുണ കാണിക്കണമേ, ഞങ്ങളോടൊപ്പം ആരോടും കരുണ കാണിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ ദുആ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് വസിഅത് കുല്ല ഷൈഇൻ എന്നാണ്. ഇന്ന റഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒക്കെ വിപുലമായ അള്ളാഹുവിന്റെ റഹ്മത്ത്, വിശ്വസിച്ചവനും അവിശ്വസിച്ചവനും ഒക്കെ വിശാലമായ അള്ളാഹുവിന്റെ റഹ്മത്ത്, അത് തനിക്കും മുഹമ്മദിനും സല്ലല്ലാഹു അലൈഹി വസല്ലം പരിമിതപ്പെടുത്താൻ അയാളുടെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അയാളെ തിരുത്തി, അതിൽ ഗുണദോഷിച്ചു എന്നാണ് അവിടെ ആ സംഭവത്തിലുള്ളത്. ഇവിടെ ഞാനിത് ഉദ്ധരിച്ചത്, ഈ സംഭവത്തെ കൊണ്ടുവന്നത് മസ്ജിദ് എന്തിനാണ്? മസ്ജിദ് അവിടെയാണ് നിസ്കാരം, മസ്ജിദ് അവിടെ അള്ളാഹുവിന് ദിക്ർ സജീവമാകണം, മസ്ജിദിൽ ഖുർആൻ പാരായണം അത് നിത്യമാകണം എന്നുള്ള ബോധനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നൽകിയത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആ പുണ്യ നിർവഹണത്തിന് വേണ്ടിയായിരുന്നു നമ്മളുടെ സച്ചരിതരായ മുൻഗാമികൾ, അതിൽ ആണും പെണ്ണും ഒരുപോലെ മസ്ജിദിനെ ലക്ഷ്യമാക്കിയതും മസ്ജിദിനെ അവലംബിച്ചതും. അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മക്കൾ ഇത് ശ്രവിച്ചുകൊണ്ട് മുന്നിലുണ്ട്. ഹദീസ് ലാ തംനഉ നിസാഅ മിനൽ ഖുറൂജി ഇലൽ മസാജിദി ബില്ലൈൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. സംഭവം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം ഇബ്നു മാജയും ഇമാം അഹ്മദും ഒക്കെ നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ സഹീഹായ ഹദീസാണ്. ഹദീസിന്റെ അർത്ഥം ലാ തംനഉ നിസാഅ മിനൽ ഖുറൂജി ഇലൽ മസാജിദി ബില്ലൈൽ, രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ മസ്ജിദിലേക്ക് പോകുന്നത് നിങ്ങൾ തടുക്കരുതേ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയാണ്, ഹദീസാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുമ്പോൾ മുന്നിൽ തന്റെ മക്കളുണ്ട്. അതിലൊരു മകൻ ബിലാൽ എന്നവർ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറ്റൊരു മകൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഇത് നിവേദനം ചെയ്യുന്നത്. സാലിം പറയുകയാണ്, ഉമർ റളിയല്ലാഹുവിന്റെ ഒരു പുത്രർ അതിനോട് പ്രതികരിച്ചത്, വല്ലാഹി ലനംനഉഹുൻ ലാ നത്രുകുഹുന്ന യഖ്റുജ്ന എന്നാണ്. അള്ളാഹുവാണ് സ്ത്രീകളെ തടയും. അങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് അതിന് ഞങ്ങൾ അവരെ വിടുകയില്ല എന്നുള്ളതാണ്. ലാ നദഅഹുന്ന യഖ്റുജ്ന എന്നാണ്. രാത്രി സമയങ്ങളിൽ സ്ത്രീകളെ തടുക്കരുത് എന്ന ഹദീസ് അതിന്റെ നിവേദനം നടത്തുമ്പോൾ, അത് ഉദ്ധരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം മകൻ
പ്രതികരിച്ച് പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാന്റെ വികാരങ്ങൾ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, മറ്റൊരു പുത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഗദിബ അലൈഹി ഗദബൻ ശദീദൻ വഅഖബല അലൈഹി ثم ലതമ സദ്റഹു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ നന്നായി ക്ഷോഭിച്ചു, ദേഷ്യപ്പെട്ടു. ഗദിബ അലൈഹി ഗദബൻ ശദീദൻ ثم അഖബല അലൈഹി, എന്നിട്ട് നേരെ ചെന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് പറയാണ്. അപ്പോഴാണ് മകൻ മുന്നിൽ നിന്ന് ഇത് പ്രതികരിക്കുന്നത്. എഴുന്നേറ്റ് ചെന്നിട്ട് ഫലതമ സദ്റഹു എന്നാണ്, നെഞ്ചത്ത് ഒരടി കൊടുത്തു. വസബ്ബഹു സബ്ബൻ സയ്യിഅൻ, വളരെ മോശമായി ശകാരിച്ചു എന്നാണ് മകനോട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഖൂലു ഖാല റസൂലുള്ളാഹി വ അൻത തഖൂൽ വല്ലാഹി ലനംനഅഹുൻ വല്ലാഹി ലനംനഅഹുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ നീ അള്ളയാണേ തടയുമെന്ന് മറുത്തു പറയുകയോ? ചില നിവേദനങ്ങളിൽ സാലിം പറയുകയാണ്, മാ കല്ലമഹു അബ്ദുല്ലാഹ് ഹത്താ മാത എന്നാണ്. ആ പ്രതികരിച്ച മകനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അയാൾ മരിക്കുവോളം സംസാരിച്ചിട്ടില്ല എന്ന്, മിണ്ടിയിട്ടില്ല എന്നാണ്. അത്ര അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വികാരഭരിതനായി ക്ഷോഭിച്ചു, ദേഷ്യപ്പെട്ടു എന്നാണ് തൻ്റെ മകനോട് ഈ ഒരു ഹദീസിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ പ്രതികരണത്തിൽ. ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതിനോട് ഇങ്ങനെ പ്രതികരിച്ചതിലുള്ള ആ ദേഷ്യവും വികാരപ്രകടനവുമാണ് ഇവിടെ തെളിയുന്നത്. പക്ഷെ ഒപ്പം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ആ സദസ്സിൽ കേൾപ്പിച്ചത് ലാ തംനഉ നിസാ മിനൽ ഖുറൂജി ഇലൽ മസാജിദ് ബില്ലൈൽ എന്നുള്ളത്. രാത്രി സമയങ്ങളിലും സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ പുറപ്പെടുന്നത് തടയരുത് എന്നുള്ള തിരുമൊഴി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസ്. സാമൂഹിക ശ്രേണിയിൽ പലപ്പോഴും പരിമിതികളും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് സ്ത്രീജനങ്ങൾ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പുരുഷന്മാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ മസ്ജിദിലെത്തി അവിടെ നിന്ന് നേടാൻ, മസ്ജിദിലെത്തി അവിടെ നിന്ന് കൊള്ളാൻ യഥേഷ്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് ഈ ഹദീസിൻ്റെയൊക്കെ വിവരണത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. പള്ളികൾ, മസ്ജിദുകൾ അത് സജീവമാകേണ്ടത് അവിടെ ജമാഅത്ത് നമസ്കാരം സജീവമാക്കിക്കൊണ്ടാണ്. ഇവിടെ നമ്മൾ കേട്ടു ബശ്ശിരിൽ മശാഈന ഫിദ്ദുലം ബിന്നൂരി താമി യൗമൽ ഖിയാമ. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇരുളിന്റെ മറവിൽ, രാവിന്റെ നിഴലിൽ മസ്ജിദിലേക്ക് നടന്നു പോയി നിസ്കാരത്തിനെത്തുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ, അവർക്ക് അന്ത്യനാളിൽ പരിപൂർണ പ്രകാശമുണ്ടായിരിക്കും എന്ന്. ഇവിടെ രാവുദിച്ചാൽ ഇരുട്ട് പരക്കുന്നത് പോലെ പരലോക കോടതിയിലും ഇരുട്ടിന്റെ വിഷയങ്ങളുണ്ട്. അവിടെയും ഇരുട്ട് പടരുന്ന സന്ദർഭങ്ങളുണ്ട്. വിശിഷ്യ സിറാത്തിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പൊക്കെ ആളുകൾ കൊടിയ ഇരുട്ടിലായിരിക്കുമെന്നാണ്. സിറാത്തും ഇരുട്ടിൽ തന്നെയാണുള്ളത്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ എത്രയാണോ അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് അവിടെ അവർക്ക് നടക്കാനുള്ള വെട്ടവും പ്രകാശവും നൽകപ്പെടുക എന്നുള്ളതാണ്. പരലോക കോടതിയിൽ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ഗമനത്തിന് പ്രകാശം ആവശ്യമാണ്. വിശിഷ്യ സിറാത്തിലേക്കും സിറാത്തിനെ മുറിച്ചു കിടക്കാനും അവിടേക്കുള്ള പ്രകാശം
അതെവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? അത് ഉണ്ടാക്കാനുള്ള ഇടം ഈ ദുനിയാവാണ്. ഇവിടെ പല കർമ്മങ്ങളും ശറഅാക്കപ്പെട്ടുള്ളത്, നിയമമാക്കപ്പെട്ടുള്ളത്, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവിടത്തേക്കുള്ള പ്രകാശം നമ്മൾ ഇവിടെ നിന്ന് ശേഖരിക്കാനാണ്. അതുകൊണ്ടാണ് മഗ്രിബ് അസ്തമിച്ചാൽ ഇരുട്ട് പരക്കും, ഇശാ സമയം ഇരുട്ട് പരക്കും, ഫജ്ർ അതിന്റെ ഉഷങ്കാലം ഇരുട്ടാണ്, രാവിന്റെ കാളിമ കറുപ്പ് ഏറ്റവും കടുക്കുന്നത് അരുണോദയത്തിന് തൊട്ടു മുമ്പുള്ള യാമത്തിലാണ്. സുബഹി സമയം ഇരുട്ടാണ്. ആ ഇരുട്ടിനെ ഭേദിച്ച് മസ്ജിദുകളിലേക്ക് കാലുവെപ്പുകൾ നടത്തിയാൽ അവർക്ക് അവിടം പരിപൂർണ പ്രകാശമുണ്ടാകുമെന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തെ പോലെ തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ഇതര കർമ്മങ്ങൾ, പുണ്യങ്ങൾ. മജ്തമഅ ഖൗമുൻ ഫീ ബൈതി മിൻ ബുയൂതില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ഫീമാ ബൈനഹും ഇല്ലാ നസലത് ഫീഹിമുസ് സകീനഹ് വഗശിയതുഹുമുർ റഹ്മഹ് വഹഫതുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു എന്ന് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? മജ്തമഅ ഖൗമുൻ ഫീ ബൈതി മിൻ ബുയൂതില്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ ഒരു വിഭാഗം ഒരുമിച്ച് കൂടുന്നു. യത്ലൂന കിതാബല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ഫീമാ ബൈനഹും, എന്നിട്ട് ആ ഖുർആൻ പാരായണം, ഖുർആൻ അവർ പഠിക്കുന്നു. യതദാറസൂനഹു ഫീമാ ബൈനഹും എന്താ? മസ്ജിദിൽ ഇരുന്ന് ഖുർആൻ പഠിക്കുന്നവർ, അവർക്കുള്ള സുവിശേഷം നസലത്ത് ഫീഹിമു സകീനത്തു, സമാധാനം, ശാന്തി അവരിലേക്ക് പെയ്തിറങ്ങും. വഗശിയതുഹുമുർ റഹ്മത്തു, അല്ലാഹുവിന്റെ കാരുണ്യം അവരെ മൂടിപ്പൊതിയും. വഹഫതുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിഞ്ഞു നിൽക്കും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അവരെ കുറിച്ച് അല്ലാഹു തന്റെ അടുക്കലുള്ള മലക്കുകളോട് വാഴ്ത്തിപ്പാടും, വാഴ്ത്തി പറയും. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസ്ജിദിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് കഴിഞ്ഞുകൂടിയത്, അവർ മസ്ജിദിനെ ആത്മീയമായി ധാർമ്മികമായി പോഷിക്കാൻ ഉപയോഗപ്പെടുത്തിയത് എത്രയെത്ര സംഭവങ്ങളിൽ നമ്മൾ വായിക്കും. ബിഉർ മഊന എന്ന് പറയുന്ന ചരിത്ര സംഭവം, അതിൽ 70 സഹാബികൾ, യുവ പ്രവർത്തകർ, അവരാണ് രക്തസാക്ഷികളായത്. ബിഉർ മഊനയിൽ മുശ്രിക്കുകൾ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി അവരെ കൊന്ന ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് കാന 70 റജുലൻ, 70 വ്യക്തികൾ. അവരെ കുറിച്ച് പറയുന്നത് ശബാബ് എന്നാണ്, യുവാക്കളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? യതഅല്ലമൂനൽ ഖുർആൻ വയദ്റുസൂനഹു ബില്ലൈൽ, അവർ ഖുർആൻ പഠിക്കുന്നു. യഖറഊനൽ ഖുർആൻ വയദ്റുസൂനഹു ബില്ലൈൽ, രാത്രി സമയങ്ങളിൽ അവർ ഖുർആൻ പഠിക്കുന്നു. വയഅതൂന ബിൽമായി ഫയദഊനഹു ബിൽ മസ്ജിദ്, അവർ വെള്ളം കൊണ്ടുവന്ന് മസ്ജിദിൽ വെക്കുന്നു. അന്നത്തെ കാലത്ത് മസ്ജിദുൻ നബവി വിശുദ്ധ മദീനയിൽ, അവിടെ ജലം പരിമിതാണ്, വെള്ളം വേണ്ടത്രല്ല, നിർണിതമായ കിണറുകൾ, അതിൽ നിന്നാണ് വെള്ളം ശേഖരിക്കേണ്ടത്. അത് കൊണ്ടുവന്നിരുന്നത് ഈ 70 യുവാക്കളാണ്. മസ്ജിദ് നബവിയിൽ ആ വെള്ളം കൊണ്ടുവന്ന് അവർ വെക്കും, ആളുകൾക്ക് ശുദ്ധി വരുത്താൻ, വുളു എടുക്കാനൊക്കെ വേണ്ടി. തീർന്നില്ല, ഈ യുവാക്കൾ രാത്രി ഇങ്ങനെ, പകല്ലോ വയഹ്തതിബൂന ഫിന്നഹാർ ثم يبيعونه ويشترون به الطعام لأهل الصفة ولفقراء المسلمين. ഇവർ പകലിൽ വിറക് ശേഖരിക്കും, എന്നിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അതിന്റെ തുകക്ക് ഭക്ഷണം വാങ്ങി അഹ്ലുസുഫക്കും ദരിദ്രർക്കും ആ ഭക്ഷണം വിതരണം ചെയ്യുമായിരുന്നു എന്നാണ്. അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബവിയിൽ ആശ്രിതരാകാൻ വിധിക്കപ്പെട്ട മുഹാജിറുകൾ. പിന്നെ
മദീനയിൽ ഉണ്ടായിരുന്ന ഫുഖറാക്കൾ അവർക്കൊക്കെ ഈ വിറക് വിറ്റ കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് അവർ വിതരണം ചെയ്യുമായിരുന്നു എന്നാണ് ഈ 70 യുവാക്കളെ കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഒന്ന് നോക്കൂ നിങ്ങൾ, അവരുടെ മനസ്സ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മസ്ജിദുമായി ബന്ധപ്പെട്ട്, ആ മസ്ജിദിനെ കേന്ദ്രീകരിച്ച് അവർ നിർവഹിച്ചിരുന്ന പുണ്യങ്ങൾ, നന്മകൾ, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളതിന്റെ പുണ്യവും മഹത്വവും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മസ്ജിദിനെ അനാഥമാക്കുന്ന വിഷയം, മസ്ജിദ് വിഗണിക്കപ്പെടുന്ന ദുരവസ്ഥ. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. പല മുൻ ഇവിടെ സംസാരിച്ച ആളുകളും പറഞ്ഞല്ലോ, മസ്ജിദുകൾ ലക്ഷ്യമാക്കപ്പെടുന്ന വിഷയം, അത് തകർക്കപ്പെടുന്ന വിഷയം. വേദനാജനകമാണ് അവസ്ഥ. പക്ഷേ പല മസ്ജിദുകളും കായികമായി തകർക്കപ്പെടുന്നതിന് മുമ്പ് ധാർമ്മികമായി, ആത്മീയമായി തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയം ഇവിടെ വേദനയോടുകൂടി ഓർക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ എന്ന്. എന്താ വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനെ തൊട്ട് പള്ളി തടുക്കുക, അങ്ങനെ പള്ളി തടുക്കുന്ന ആളുകളെക്കാൾ കൊടിയ വലിയ അക്രമി ആരുണ്ട് എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ മസ്ജിദിനെ തൊട്ട് ആളുകളെ തടുക്കുന്നവരാണ് കൊടിയ അക്രമികൾ. വസആ ഫീ ഖറാബിഹാ, മസ്ജിദ് തകർക്കാൻ, പൊളിക്കാൻ പണിയെടുക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ കായികമായി വന്ന് ആയുധങ്ങൾ കൊണ്ടുവന്ന് ബുൾഡോസറുകൾ കൊണ്ട് തകർക്കപ്പെടുന്ന ആളുകൾ മാത്രമല്ല ഉദ്ദേശം, അവർ അതിൽ ഉദ്ദേശം തന്നെയാണ്. പക്ഷേ പള്ളിയെ തകർക്കുന്നത് പലപ്പോഴും പള്ളിയെ സംരക്ഷിക്കേണ്ട ആളുകളുടെ കയ്യാൽ എന്നുള്ളതാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. മസ്ജിദുകൾ നിർമ്മിക്കപ്പെടുന്നു, എന്നിട്ട് മസ്ജിദുകൾ വിഗണിക്കപ്പെടുന്നു. മസ്ജിദുകളിൽ നിസ്കരിക്കാൻ ആളുകളില്ല, മസ്ജിദുകൾ വൃത്തിയാക്കപ്പെടാതെ, അത് ശുദ്ധീകരിക്കപ്പെടാതെ, അവിടങ്ങളിൽ ജുമുഅ ജമാഅത്തുകൾ സംഘടിക്കപ്പെടാതെ, മസ്ജിദുകളുടെ രൂപത്തിൽ കുറെ എടുപ്പുകൾ ശേഷിപ്പിക്കുന്നുവെങ്കിൽ ആ മസ്ജിദിന്റെ പരിസരങ്ങളിലുള്ള മുസ്ലിം നാമധാരികൾ അവരുടെ കയ്യാൽ എന്നോ ആ മസ്ജിദുകൾ പൊളിക്കപ്പെട്ടു എന്നതല്ലേ വസ്തുത. വസഅ ഫീ ഖറാബിഹാ, അങ്ങനെ മസ്ജിദിനെ പൊളിക്കാൻ ശ്രമിക്കുന്നവനേക്കാൾ കൊടിയ അക്രമി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇങ്ങനെ തകർക്കുന്നവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തകർക്കുന്നവരും ഉദ്ദേശിക്കപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദുകൾ അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടണം. അത് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾ സജീവരാകണം. എന്തിനാണ് മസ്ജിദ്? നമ്മളിവിടെ കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിദർശനങ്ങൾ, വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. മസ്ജിദുകൾ എന്നും നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ അത് നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങൾ, നൽകിയിട്ടുള്ള സംഭാവനകൾ, മസ്ജിദുകൾ പുറത്തിറക്കിയിട്ടുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, കർമ്മശാസ്ത്ര പടുക്കൾ മസ്ജിദുകളെ ആശ്രയിച്ചു കഴിഞ്ഞുകൂടി നിസ്കരിച്ചു, നോമ്പെടുത്തും, വിശുദ്ധ ഖുർആന്റെ പാരായണവും പഠനവും പ്രചരണവും പഠിപ്പിക്കലുമൊക്കെയായി ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്രങ്ങൾ. അത് ഒരു നീണ്ട വലിയ വിഷയമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു വേദി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു മസ്ജിദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായി ഇതിനെ നിലനിർത്തുമാറാവട്ടെ. അത് നിർമ്മിക്കപ്പെടുന്നതിൽ സാമ്പത്തികമായി ചെലവഴിച്ചവർ, ശാരീരികമായി അധ്വാനിച്ചവർ, മാനസികമായി അതിനോട് കൂറു പുലർത്തിയവർ, അതിനുവേണ്ടി ദുആ ഇരന്നവർ, ഇങ്ങനെ പലരാണ്. അള്ളാഹു അവർക്കെല്ലാമുള്ള പ്രതിഫലം
മഹത്തരമാക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.